Hi dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 332 എപ്പിസോഡിൽ ആഴ്സനിക്കം അയഡേറ്റം എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്തിൽ പ്രധാനപ്പെട്ട കുറേ പർട്ടിക്കുലർ സിംറ്റംസാണ് വരുന്നത്. അതിൽ തന്നെ എടുത്തു പറയത്തക്കതായിട്ട് ക്യാൻസറിൻ്റെ ചികിത്സയിൽ, അതിൻ്റെ പാലിയേഷനിൽ, ക്യൂറിങ്ങിൽ ഈ ഔഷധത്തിൻ്റെ പ്രയോഗസാധ്യതയെക്കുറിച്ച് എൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി വ്യക്തമായിട്ട് പർട്ടിക്കുലറിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നുണ്ട്. നമുക്കത് ചികിത്സയിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ശ്രദ്ധിക്കാം. ദ appetite is increased, even ravenous, aversion to food, constriction of the stomach is distended. അപ്പോൾ ഇതൊരു പരസ്പര വിരുദ്ധം തോന്നാം. വിശപ്പ് വർദ്ധിച്ചു, അമിതമായ വിശപ്പ്, വയറ് കത്തുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ വിശപ്പുണ്ട്. പക്ഷേ ആഹാരത്തോട് അനിഷ്ടമുണ്ട്. രണ്ടും ഒരേ സമയം വരാം. വല്ലാതെ വിശപ്പ് വരുന്നു, ആഹാരം കിട്ടുമ്പോൾ അത് കഴിക്കാൻ അനിഷ്ടം തോന്നുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം. ഇപ്പോൾ വയറ് ഇടുങ്ങിയിരിക്കുന്ന പോലെ, വയറിലേക്ക് ആഹാരം പോകുന്നില്ല. ദ സ്റ്റൊമക്ക് ഈസ് ഡിസ്റ്റൻഡ്, വയറ് വീർത്തുകെട്ടിയിരിക്കുന്നു. ഹി ഡിസയേഴ്സ് സ്റ്റിമുലൻസ്, ലഹരിയുള്ള ഉന്മാദക വസ്തുക്കളോട്, അത് പുകയാകാം, ദ്രാവകമാകാം, കുത്തിവെപ്പാകാം, എന്തും ആകാം, സ്റ്റിമുലൻസിനോട്, ഉത്തേജക വസ്തുക്കളോടുള്ള വല്ലാത്ത മോഹം, ഡിസയറാണ്. സെൻസേഷൻ ഓഫ് എംഡിനെസ്, വയറിൽ കാലിയായ പോലെ തോന്നൽ. ഇറക്ടേഷൻസ് എംഡി, സോർ, വാട്ടർ ബ്ലാഷ്, സെൻസേഷൻ ഓഫ് ഫുൾനെസ് ഇൻ ദ സ്റ്റൊമക്ക്, വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു. ഇത് പുളിച്ച തകട്ടിലുണ്ടാകുന്നു. ചവർപ്പുള്ളത് ഒന്നും വരാത്ത തരത്തിൽ വെറുതെ പച്ചവെള്ളം ഒക്കെ ഉണ്ടാകാം. ഫ്രീക്വൻറ്റ് അറ്റാക്സ് ഓഫ് ഹാർട്ട് ബേൺ, നെഞ്ചരിച്ചിൽ ഇടക്കിടക്ക് വരുന്നു. ലോഡ് ഇൻ ദ സ്റ്റൊമക്ക് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം വയറ് വല്ലാത്ത ഭാരം വന്നതുപോലെ. ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾ നേരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഇത് ക്യാൻസർ ആണോ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ പരിശോധനയ്ക്ക് തന്നെ ചിലവാക്കും. ഇതൊക്കെ കൃത്യമായിട്ട് ലക്ഷണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും കേസുകൾ ഹോമിയോപ്പതിയിൽ ക്യൂറബിൾ ആയിരിക്കും. ഇൻഡൈജഷൻ ആൻഡ് മച്ച് ഹൈക്കഫ്, ആഹാരം ദഹിക്കാതെ വരുന്നു, വല്ലാതെ എക്കട്ടം വരുന്നു. ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ്, വയറിനുള്ളിലെ ലൈനിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പഴകിയ സുസ്ഥിരമായിട്ട് നിൽക്കുന്ന വീക്കം. അത് ലക്ഷണങ്ങളിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ, അല്ലാതെ പരിശോധിച്ച് മനസ്സിലാക്കണമെന്നില്ല. അതിൻ്റേതായിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളിലൂടെ ഈ ഒരു നിഗമനത്തിലെത്താവുന്നതാണ്. ലോത്തിങ് ഓഫ് ഫുഡ്, നോസിയ ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരത്തോട് വെറുപ്പ്, അനിഷ്ടം, ലോത്തിങ്. അപ്പോൾ വല്ലാതെ വിശപ്പുണ്ട്, ആഹാരത്തോട് വെറുപ്പുണ്ട്. ആഹാരം കഴിച്ച ശേഷം ഓക്കാനും വരുന്നു. പെയിൻ ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം വേദന. ബേണിംഗ്, ക്രാമ്പിംഗ്, കട്ടിംഗ്, നോവിങ്, പ്രസ്സിങ് ആൻഡ് സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ദ സ്റ്റൊമക്ക്. വയറ്റിൽ എല്ലാത്തരം വേദനകളുണ്ട്. ഈ വേദനയുടെ സ്വഭാവം ഇന്നതെന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഈ പറഞ്ഞതും അതിനപ്പുറവും വരാം. ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ എല്ലാത്തരം വയറുവേദനകളെയും പർട്ടിക്കുലർ എന്ന നിലയിൽ ആഴ്സനിക് അയഡേറ്റം കവർ ചെയ്യും. സെൻസേഷൻ ഓഫ് ടൈറ്റ്നസ് ഇൻ ദ സ്റ്റൊമക്ക്, വയറാകെ മുറുകിയിരിക്കുന്ന പോലെ, നേരത്തെ വയർ നിറഞ്ഞിരിക്കുന്ന പോലെ, ലോഡത്തായിരിക്കുന്ന പോലെ, അങ്ങനെ വയറിലങ്ങ് നിറഞ്ഞ പോലെയുള്ള, ഇറുകിയിരിക്കുന്ന പോലുള്ള ഫീല് ധാരാളമായിട്ടുണ്ട്. തേഴ്സ്റ്റ്, ഈവനിങ് എക്സ്ട്രീം തേഴ്സ്റ്റ് ഡ്യൂറിങ് മീൽ, വല്ലാതെ ദാഹമുണ്ട്, സായാഹ്നത്തിൽ ഉണ്ടാകും. വല്ലാത്ത കടുത്ത ദാഹം, ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാഹം. അൺകൊഞ്ചബിൾ തേഴ്സ്റ്റ്, വെള്ളം കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാനീയങ്ങൾ കുടിച്ചുകൊണ്ട് ദാഹം മാറുന്നില്ല. അതൊരു രോഗാതുരമായൊരു ദാഹമാണത്. ട്രംബ്ലിംഗ് ഇൻ ദ സ്റ്റൊമക്ക്, വയറിൽ വിറയൽ. കണ്ടിന്യൂസ് വോമിറ്റിംഗ്, തുടർച്ചയായ ഛർദി, വോമിറ്റിംഗ് വിത്ത് ഡയറിയ, നേരത്തെ കണ്ട ഛർദിലും വയറിളക്കവും ഒരുമിച്ചുണ്ടാകും. ആഫ്റ്റർ ഡ്രിങ്കിങ്, എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിച്ച ശേഷം, പാനീയം കുടിച്ച ശേഷം വയറിളക്കം. ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം വയറിളക്കം. ആഫ്റ്റർ മിൽക്ക്, പാല് കുടിച്ച ശേഷം വയറിളക്കം. വയലന്റ് വൊമിറ്റിംഗ്, വളരെ രൂക്ഷമായ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഛർദി. വൊമിറ്റിംഗ് ഓഫ് ബൈൽ, ബ്ലഡ്, ഫുഡ്, വൊമിറ്റിംഗ് ഓഫ് യെല്ലോ വാട്ടറി സബ്സ്റ്റൻസ്. അപ്പോൾ പിത്തരസം ഛർദ്ദിച്ചു പോകാം, രക്തം ഛർദ്ദിക്കാം, ആഹാരം ഛർദ്ദിക്കാം, മഞ്ഞ നിറത്തിലുള്ള വെള്ളം ഛർദ്ദിക്കാം, മഞ്ഞവെള്ളം. ദ അബ്ഡോമൻ ഈസ് ഡിസ്റ്റൻഡ് വിത്ത് ഫ്ലാറ്റസ്, വയറിലാകെ, അടിവയറിലാകെ വായു എന്നറിയുന്നു. ദ ഫ്ലാറ്റ്നസ് ഈസ് ഒബ്സ്ട്രക്റ്റഡ് ആൻഡ് ദർ ഇസ് മച്ച് റംബ്ലിംഗ്. അപ്പോൾ ഈ വായു എന്ന് പറഞ്ഞിട്ട് അത് കീഴ്വായുവായിട്ട്, കീഴ്ശ്വാസമായിട്ട് പോകാതെ വരുമ്പോൾ വയറിൽ വല്ലാത്ത ഇരമ്പം,
enlargement of liver, spleen, mesenteric glands, കരള്, പ്ലീഹ, ഉദരസ്ഥലത്തിലെ ഗ്രന്ഥികൾ, ഗ്ലാൻസ് ഓഫ് ഗ്രോയിങ്, ഇടുപ്പിലെ ഗ്രന്ഥികൾ, ആ ഗ്രന്ഥികളിലൊക്കെ വീക്കം വരാം. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഇൻറ്റസ്റ്റിൻസ്, ലിവർ ആൻഡ് സ്പ്ലീൻ, കുടലില്, കരളില്, പ്ലീഹയിൽ ഒക്കെ വീക്കം. ജസ്റ്റ് മെനി കംപ്ലൈൻസ് ഓഫ് ദ ലിവർ, കരളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ആഴ്സനിക് ആഡേറ്റത്തിലുണ്ട്. പെയിൻ ഇൻ അബ്ഡോമൻ ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ചാൽ അടിവേരൽ വേദന. ഡ്യൂറിങ് മെൻസസ്, ആർത്തവകാലത്ത് അടിവേരൽ വേദന. ഡ്യൂറിങ് സ്റ്റൂൾ, മലശോധന നടത്തുമ്പോൾ അടിവേരൽ വേദന. ബെറ്റർ ബൈ എക്സ്റ്റേണൽ വാംത്ത്, പുറമേ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ വേദനയ്ക്ക് ശമനമുണ്ട്. പെയിൻ ഇൻ ഹൈപ്പോഗാസ്ട്രിയം, ഹൈപ്പോകോൺട്രിയം, ഗ്രോയിൻ, ലിവർ, സ്പ്ലീൻ ആൻഡ് അംബിലിക്കൽ റീജിയൻ, വയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗത്തും വേദന ഉണ്ടെന്ന് അർത്ഥം. അത് കൃത്യമായിട്ടുള്ള ലൊക്കേഷനിൽ വലിയ കാര്യമൊന്നുമില്ല, എല്ലാ ലൊക്കേഷനും ഉണ്ട്. ഞാൻ എൻ്റെ സ്വഭാവം ബേണിംഗ്, ക്രാമ്പിംഗ്, ഡ്രോയിങ് പെയിൻ അബ്ഡോമൻ, പൊള്ളുന്ന വേദന, വലിച്ചു പോച്ചുന്ന വേദന, വലിച്ചു കീറുന്ന പോലുള്ള വേദന ഒക്കെ അടിവയറ്റിലുണ്ട്. കട്ടിങ് ഇൻ അബ്ഡോമൻ ഡ്യൂറിങ് സ്റ്റൂൾ, മലശോധന സമയത്ത് അടിവയറ്റിൽ വെട്ടുന്ന പോലെ വേദന. കട്ടിംഗ് പെയിൻ ലിവർ, കരളിൻ്റെ ഭാഗത്ത് വെട്ടുന്ന പോലെ വേദന. പ്രസ്സിംഗ് പെയിൻസ് ആൻഡ് സോർനെസ് ഇൻ ലിവർ, കരളിൻ്റെ ഭാഗത്ത് ഞെക്കുന്ന പോലെ വേദന, നൊമ്പരം. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ഹൈപ്പോകോൺട്രിയ, പൾസേറ്റിംഗ് ഇൻ അബ്ഡോമൻ, റെസ്റ്റ്ലെസ് ഫീലിംഗ് അബ്ഡോമൻ, പെയിൻ ആൻഡ് സോർനെസ് ഇൻ സ്പ്ലീൻ. വയറുമായിട്ട് ബന്ധപ്പെട്ട്, അടിവയറുമായിട്ട് ബന്ധപ്പെട്ട്, വയറിലെ വിവിധ അവയവങ്ങളായിട്ട് ബന്ധപ്പെട്ട് എല്ലാതരം വേദനകളും പ്രശ്നങ്ങളും പൊള്ളലും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആഴ്സനിക് ആയോഡേറ്റത്തിൻ്റെ ജനറൽ സിംറ്റംസ് യോജിച്ചു വരുന്ന രോഗിയിൽ വയർ സംബന്ധമായ ഒട്ടെല്ലാ പ്രശ്നങ്ങളും, വിശപ്പും വിശപ്പ് കേടും അമിത വിശപ്പും വയറിളക്കവും ഛർദിലും മലബന്ധവും എല്ലാം അത് ക്യൂർ ചെയ്യുന്നുണ്ട്. അതിന് വളരെ വൈഡ് സ്പെക്ട്രം ആപ്ലിക്കേഷൻ അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇറ്റ് ആക്ട്സ് ഡീപ്ലി അപ്പോൺ ദ ബ്ലാഡർ ആൻഡ് കിഡ്നീസ്, മൂത്രസഞ്ചിയിലും വൃക്കകളിലും വളരെ ആഴത്തിലുള്ള പ്രവർത്തനം. ഇറ്റ് ഹാസ് ബീൻ മോസ്റ്റ് യൂസ്ഫുൾ ഇൻ എഡിസൺസ് ഡിസീസ്, അഡ്രീനൽ ഗ്രന്ഥിയെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ വളരെയധികം ഉപകാരമുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം: കടുത്ത ക്ഷീണം, നിങ്ങളുടെ പല പ്രശ്നങ്ങൾ, ഉപ്പിനോടുള്ള അമിതമായ ആസക്തി, അത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വളരെയധികം ഉപകരിക്കും. റിട്ടൻഷൻ ഓഫ് യൂറിൻ, മൂത്രം കെട്ടിക്കിടക്കുന്നു. കോൺസ്റ്റന്റ് ഓർ ഫ്രീക്വന്റ് അർജിങ് ടു യൂറിനേറ്റ്, മൂത്രം ഒഴിക്കാനുള്ള ശങ്ക സുസ്ഥിരമായിട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നു. വേഴ്സ് ഡ്യൂറിങ് നൈറ്റ്, രാത്രിയിൽ ആ മൂത്രശങ്ക കൂടുന്നു. യൂറിനേഷൻ ഈസ് ഡ്രിബ്ലിംഗ് ആൻഡ് ഇൻവോളണ്ടറി, തുള്ളി തുള്ളിയായിട്ട് പോകാം അല്ലെങ്കിൽ അറിയാതെ പോകാം. ഇൻവോളണ്ടറി എന്നുള്ള ഇറ്റാലിക്സ് ആണ്, അപ്പോൾ അറിയാതെ മൂത്രം പോകുന്നതിന് പ്രാധാന്യമുണ്ട്. സപ്രഷൻ ഓഫ് യൂറിൻ, മൂത്രം പോകാതെ തടസ്സപ്പെട്ടു പോകുന്നു. ദ യൂറിൻ ഈസ് ആൽബിനസ്, ക്ലൗഡി, ഡാർക്ക്, റെഡ്, കോപ്പിയസ് ഓർ സ്കാൻഡി ഓർ ആൻഡ് ഒഫൻസീവ്. അപ്പം മൂത്രമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആൽബുമിൻ അതിൽ നിറഞ്ഞ അവസ്ഥയുണ്ട്. മേഘം വന്ന പോലെ, മേഘപടരം വന്ന പോലെ മൂത്രത്തിൽ, ഇരുണ്ടത്, ചുവന്ന നിറത്തിലുള്ളത്, അമിതമായിട്ടുള്ളത്, വല്ലാതെ കുറഞ്ഞത്, ദുർഗന്ധമുള്ളത്. ലക്ഷണങ്ങളുടെ ധാരാളിത്തം എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ജെനിറ്റൽ ഓർഗൻസ് പ്രസന്റ് മെനി സിംറ്റംസ് ആൻഡ് കംപ്ലൈൻറ്റ്സ്. ഇറക്ഷൻസ് സ്ട്രോങ് ടുവേർഡ്സ് മോർണിംഗ്, പ്രഭാതത്തിൽ പുലർച്ചെ ആകുമ്പോൾ ഇറക്ഷൻസ് ശക്തമായിട്ടുണ്ടാകുന്നു, ഉദ്ധാരണം ശക്തമായിട്ടുണ്ടാകുന്നു. ലേറ്റർ ഇൻകംപ്ലീറ്റ് ആൻഡ് വാണ്ടിങ്, പിന്നീട് വരുന്നത് ഈ ഉദ്ധാരണം ഇല്ലാതെ വരാം, അല്ലെ കുറവായിട്ട് വരാം. അപ്പോൾ പ്രഭാതത്തിനോട് ചേർന്നാണ് വരുന്ന, എല്ലാ സമയത്ത് ഇല്ല അല്ലെങ്കിൽ കുറവ്. ക്യൂവേഴ്സ് ഹൈഡ്രോസീൽ ആൻഡ് ഇൻഡുറേഷൻ ഓഫ് ടെസ്റ്റസ്, വൃഷണങ്ങളിൽ വെള്ളം കെട്ടി വലുതാകുന്ന അവസ്ഥ വരാം അല്ലെങ്കിൽ കല്ലിപ്പ് വരാം. ഇച്ചിങ് ഓഫ് ദ പീനിസ് ആൻഡ് ഗ്ലാൻസ്, പീനിസിൻ്റെ അഗ്രഭാഗത്തിൽ ഒക്കെ ചൊറിച്ചിൽ. പെർസ്പിറേഷൻ ഓഫ് ദ ജെനിറ്റൽസ്, ലൈംഗികാവയവങ്ങളിൽ വിയർപ്പ്. സെമിനൽ എമിഷൻസ്, ശുക്ലസ്രവം ഉണ്ടാകുന്നു, അറിയാതെ ഉണ്ടാകുന്നു. സ്വെല്ലിംഗ് ഓഫ് ടെസ്റ്റസിൽ വീക്കം ഉണ്ടാകുന്നു. അൾസറേഷൻ ഓൺ പീനിസ്, പീനിസിൽ പുരുഷലിംഗത്തിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നു. ഷാങ്കേഴ്സ് ആൻഡ് ഷാങ്കോയിഡ്സ് വിത്ത് ബ്യൂബോസ്, സിഫിലിസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇതൊരു ആൻറ്റിസിഫിലിറ്റിക്കാണ് നമ്മൾ കണ്ടു. സിഫിലിസിൻ്റെ എല്ലാ വകഭേദങ്ങളെയും എല്ലാ ഘട്ടങ്ങളിലും സുഖപ്പെടുത്തുന്നത് കണ്ടു. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റാണ് കെൻഡിഗോ പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ എ ഗ്രേറ്റ് കംഫർട്ട് ടു വുമൺ ഇൻ മെനി കംപ്ലൈൻറ്റ്സ്, സ്ത്രീകൾക്ക് വല്ലാതെ ഉപകരിക്കുന്ന ഒരു ഔഷധമാണത്. ഇറ്റ് ഹാസ് റിസ്ട്രെയിൻ ദ പ്രോഗ്രസ് ഓഫ് ക്യാൻസർ ഓഫ് യൂട്രസ് ഇൻ നോട്ടബിൾ മാനർ, ഗർഭാശയത്തിലെ അർബുദം, ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ
വളരെ ശ്രദ്ധേയമായ വിധം ഇത് തടഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഹോമിയോപാസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും. ഒരു രോഗി എന്ന രീതിയിൽ പോയിട്ട് അവരൊരു ബന്ധം സ്ഥാപിച്ചിട്ട് ഞാൻ ഈ വായിച്ച കാര്യങ്ങളൊക്കെ പറയും. ചിലർ അത് ഗൗനിക്കില്ല, ചിലർ താല്പര്യം പ്രകടിപ്പിക്കും, ചിലർ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ രോഗികളുടെ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ ഒരു ഡോക്ടർ ഞാൻ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ, ആളിപ്പോൾ ജീവിച്ചിട്ടില്ല, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രശ്നം പറഞ്ഞു. അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. ഭാര്യയ്ക്ക് കക്ഷത്ത് ഗ്രന്ഥികളിൽ ക്യാൻസർ വന്നു, സ്ഥലങ്ങളിൽ ക്യാൻസർ വന്നു, അത് കളഞ്ഞു. ഇപ്പോൾ ഗർഭാശയത്തിലാണ്. എന്ത് ചെയ്യും? പലരെയൊക്കെ കൺസൾട്ട് ചെയ്തു. ഞാൻ പറയും, നമുക്ക് ആ കേസ് എടുക്കാം, ഡോക്ടർ പഠിച്ചതല്ലേ, നമുക്ക് ഈ കേസ് എടുക്കാം. ഞങ്ങളങ്ങനെ ഞാനും കൂടെ ഇരുന്നു. എനിക്കൊരു പ്രാക്ടീസായിരുന്നു. നമുക്കിതിലൊക്കെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ, ലക്ഷണമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, പലതും ചോദിച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് കെൻറ്റിൻ്റെ റിപ്പർട്ടറി ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് കെൻറ്റിൻ്റെ റിപ്പർട്ടറി തന്നെ നോക്കാം, നമുക്ക് പബ്ലിക് ലൈബ്രറി പോകാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹമായിട്ട് എറണാകുളം പബ്ലിക് ലൈബ്രറി വന്നു. ഞങ്ങൾ റെഫറൻസ് സെക്ഷനിൽ ഇരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നോക്കി. വീണ്ടും കേസിൽ നിന്ന് വീണ്ടും ഒക്കെ എടുക്കേണ്ടി വന്നു. എടുത്ത് കിട്ടിയത് ഈ ഔഷധമായിരുന്നു, ആഴ്സനിക് അയോഡേറ്റം. എന്ത് പൊട്ടൻസി കൊടുക്കണം, എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് സിംഗിൾ ഡോസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം. സിംഗിൾ ഡോസ് തന്നെ കൊടുക്കുക. പൊട്ടൻസി എന്നുള്ളത് ഡോക്ടറിനെ തീരുമാനിക്കുക. അദ്ദേഹം എന്തോ ലോവർ പൊട്ടൻസി മറ്റോ ആണ്, അത് കൊടുത്തു. ഈ സ്ത്രീയുടെ ഒത്തിരി പ്രശ്നങ്ങൾ, അവർക്ക് അന്നൊരു 45-46 വയസ്സുണ്ട്. അവരുടെ ഒത്തിരി പ്രശ്നങ്ങൾ, ഈ ബേണിങ് സെൻസേഷൻ, വയറിലെ പ്രശ്നങ്ങൾ, വിശപ്പില്ലായ്മ, ഛർദിൽ, ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിനൊക്കെ ശമനം കിട്ടി. അവരൊരു 4-4.5 വർഷം അവർ സുഖമായിട്ട് ജീവിച്ചു വരും. പിന്നെ അവരുടെ മരണം ഞാൻ അറിഞ്ഞ കുറേ വൈകിയാണ്. ഞാൻ നാട്ടിലില്ല, ഞാൻ കോഴിക്കോടോ മറ്റോ ജോലി ചെയ്യുന്ന സമയത്താണ്. ഞാൻ MSc കഴിഞ്ഞിട്ട് കോഴിക്കോട് ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു തോന്നുന്നു. ഒരിക്കലും ഇങ്ങനെ തിരിച്ചു വന്ന് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ മരിച്ചുപോവുകയും ചെയ്തു. ഈ ഡോക്ടർ ക്ലിനിക്കൊക്കെ പൂട്ടി. അദ്ദേഹത്തിൻ്റെ ഒരു നിരാശ ബാധിച്ചു, ക്ലിനിക്കൊക്കെ പൂട്ടി. അദ്ദേഹം എങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം മരിച്ചു പോയതാണ് ഞാൻ അറിഞ്ഞത്. ദ ബേണിംഗ് ആൻഡ് ഓഡർ ആർ റിമൂവ്ഡ് ആൻഡ് ദ അൾസറേഷൻ ഈസ് ലെസൻഡ്. ഈ പൊള്ളലും ദുർഗന്ധവും, ഈ വ്രണത്തിൻ്റെ ദുർഗന്ധം, വല്ലാതെ ദുർഗന്ധം. ഇദ്ദേഹം പറയുകയാണ്, ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമാണ്. മൂത്രത്തിലൊക്കെ ദുർഗന്ധമുണ്ട്. ലൈഫ് ഹാസ് ബീൻ പ്രൊലോങ്ഡ് ടു 4 years ഇൻ സെവറൽ കേസസ്. 4 വർഷം നിരവധി കേസുകളിൽ നീണ്ടിട്ടിട്ട് 4 വർഷം കെൻറ്റിൻ്റെ അനുഭവമാണ്. അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു 4-4.5 വർഷം ആ സ്ത്രീ ജീവിച്ചിരുന്നു. സെക്ഷൽ ഡിസയർ ഈസ് ഇൻക്രീസ്. ലൈംഗികാഭിനിവേശം വർദ്ധിച്ചു. ഇത്തരം പ്രശ്നങ്ങളൊക്കെയും ലൈംഗികാഭിനിവേശം വർദ്ധിക്കുന്നു. ഇറ്റ് ഹാസ് ക്യൂർഡ് എൻലാർജ്മെന്റ് ആൻഡ് ഇൻട്രേഷൻ ഓഫ് ദ ഓവറീസ്. അണ്ഡാശയങ്ങളിൽ കല്ലിപ്പ്, വീക്കം, വലുതാകല്. ഇറ്റ് ഹാസ് ക്യൂർഡ് ഇൻഫ്ലമേഷൻ ഓഫ് ഓവറീസ്. അണ്ഡാശയങ്ങളിൽ വീക്കം, ലുക്കോറിയ, ആക്രിഡ്, ബ്ലഡി, ബേണിംഗ്, കോപ്പിയസ്. ഇത്ര ഇറ്റാലിസിലാണ് ലുക്കോറിയ മുതൽ. ഇതേ അവസ്ഥകൾ ആ സ്ത്രീക്കുണ്ടായിരുന്നു. രക്തം കലർന്നത്, പൊള്ളുന്നത് അമിതമായിട്ട്. ആഫ്റ്റർ മെൻസസ് തിക്ക് ഓർ തിൻ, യെല്ലോ മെൻസസ് ആബ്സെന്റ് ഓർ സപ്രസ്ഡ്, കോപ്പിയസ്, ഫ്രീക്വന്റ്, ലേറ്റ്, പെയിൻഫുൾ, ഷോർട്ട്. ആർത്തവം എല്ലാ തരത്തിലുമുണ്ട്. എല്ലാ തരത്തിലുള്ള ആർത്തവ പ്രശ്നങ്ങളും അവർക്കുണ്ട്. ഹെമറേജ് ഫ്രം ദ യൂട്രസ്, ഗർഭാശയത്തിൽ നിന്ന് രക്തസ്രാവം, പെയിൻ ഇൻ ഓവറീസ്, അണ്ഡാശയത്തിൽ വേദന. വാസ്തവത്തിൽ ഈ ഒരു കേസിനെ കുറിച്ച് ആ ഡോക്ടറോടൊപ്പം പഠിച്ചപ്പോഴാണ് ഈ അണ്ഡാശയത്തിലെ വേദനയ്ക്ക് എവിടെയാണ് അനുഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കിതിനെക്കുറിച്ചൊക്കെ യാതൊന്നും അറിഞ്ഞുകൂടാ. അവിടെ ഒരു മെഡിക്കൽ ഡിക്ഷണറി എന്നൊരു പുസ്തകം എറണാകുളം പബ്ലിക് ലൈബ്രറി ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ അതൊരെണ്ണം വാങ്ങി. പിന്നെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയും അമേരിക്കാനയും ഇതൊക്കെ നോക്കിയിട്ടാണ് ഇതിൻ്റെയൊക്കെ ഘടനയൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിന് വേദന എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ നിവൃത്തിയില്ല. ഇന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഡോക്ടറാണ് ഈ വേദനയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. പ്രൊലാപ്സ് ഓഫ് ദ യൂട്രസ്, ഗർഭാശയം താഴേക്കിറങ്ങി വരുന്നു. സ്വളൻ ഓവറീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തോരം പ്രശ്നങ്ങളാണ്. ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് അറ്റ് ദ ഗ്രോത്ത് ഓഫ് ഒവേറിയൻ ട്യൂമേഴ്സ്. അണ്ഡാശയത്തിലെ മുഴകളുടെ വളർച്ചയെ ഇത് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഹോമിയോപ്പതി ഔഷധങ്ങൾ ചെയ്യുന്നതാണ്. ഈ ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്ത്സിനെ പിടിച്ചു നിർത്തും. പിന്നെ അത് വളരില്ല, അത് ഇനർട്ടായിട്ട് നിൽക്കും. എൻ്റെ ഗൈനക്കോമാസ്റ്റി എങ്ങനെയാണ്, ഏതാണ്ട് 17 വയസ്സിൽ കണ്ടെത്തിയ ആ സാധനം എൻ്റെ 57 വയസ്സ് കഴിഞ്ഞു
ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ആ കല്ലിപ്പിന് ചെറിയൊരു കുറവുണ്ട്, പക്ഷേ അതിന് വേദനയോ പിന്നെ അങ്ങനെ പ്രശ്നങ്ങളോ യാതൊന്നുമില്ല. ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ വളർച്ചയെ അത് സ്റ്റോപ്പ് ചെയ്തു, അതിനെ റെസ്ട്രിക്റ്റ് ചെയ്തു. ഇനി അത് വളരില്ല, ഇനർട്ടായിട്ട് നിൽക്കും. പിന്നെ ഒരു കോസ്മെറ്റിക് പ്രശ്നമാണെങ്കിൽ സർജറി ചെയ്ത് കളയാം. എന്നെ സംബന്ധിച്ചൊരു കോസ്മെറ്റിക് പ്രശ്നമല്ല. എൻ്റെ മനസ്സിലെ എല്ലാ ആകുലതകളും വ്യാകുലതകളും മരണഭയങ്ങളും അന്നു മുതൽ എനിക്ക് വിട്ടുപോയി. ആദ്യത്തെ സൾഫർ മുതൽ. പിന്നെ അവിടെ ഇരുന്നാലത്തെ കുഴപ്പം, അവിടെ ഇനർട്ടായിട്ടിരുന്നോട്ടെ. കൂപ്പസ് കണ്ടീഷൻ ഓഫ് ദ ലാരിങ്സ്. ഇനി തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട് സ്വനപേടകവും ശ്വാസനാളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഡ്രൈനസ് ഇൻ എയർ പാസേജസ്, അവിടെ വായു കടന്നു ചെല്ലുന്ന ഭാഗങ്ങളിൽ മുക്ക് മുതൽ വരാം ശ്വാസകോശം വരെ വരണ്ട അവസ്ഥ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലാരിങ്സ് ആൻഡ് ട്രക്കിയ, സ്വനപേടകത്തിലും ശ്വസനപേടകത്തിലും ഒക്കെ വീക്കമുണ്ട്. മച്ച് മ്യൂക്കസ് ഇൻ ദ ലാരിങ്സ് ആൻഡ് ട്രക്കിയ, അവിടെ വല്ലാതെ കഫവും വരാം. സ്പാസ്മോട്ടിക് കണ്ടീഷൻ ദ ലാരിങ്സ് ലൈക്ക് ലാരിഞ്ചിസ്മസ്, അപ്പോൾ സ്വനപേടകത്തിൽ അനിയന്ത്രിതമായ ചലനം കൊണ്ടാകാം. ബേണിംഗ് റോനസ് ആൻഡ് സോർനസ് ഇൻ ലാരിങ്സ് ആൻഡ് ട്രക്കിയ, ഈ ഭാഗങ്ങളിൽ പൊള്ളുന്ന പോലെ വേദന, തൊലി പോയാളുന്ന പോലെ തോന്നല്, നൊമ്പരം. തൈസിസ് ഓഫ് ദി ലാരിങ്സ്, അവിടെ ക്ഷയത്തിന്റെ അവസ്ഥയാണുള്ളത് സ്വനപേടകത്തിൽ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ദ വോയിസ് ഈസ് ഹോഴ്സ്, റഫ് ആൻഡ് വീക്ക് ആൻഡ് ഫൈനലി ലോസ്റ്റ്, ശബ്ദം പരുക്കനായി, ക്ഷീണിച്ചു, ശബ്ദം ഇല്ലാതായി പോയി. റെസ്പിറേഷൻ ഈസ് ഫാസ്റ്റ് ആൻഡ് ആസ്മാറ്റിക്, ആസ്മാറ്റിക് ആയിട്ടുള്ള വളരെ വേഗത്തിലുള്ള ശ്വാസം. റെസ്പിറേഷൻ ഈസ് ഡിഫിക്കൽട്ട് അറ്റ് നൈറ്റ്, രാത്രിയിൽ ശ്വസിക്കാൻ പ്രയാസം. ഓൺ അസെൻഡിങ്, കയറ്റം കയറുമ്പോൾ ശ്വസിക്കാൻ പ്രയാസം. ഓൺ എക്സർഷൻ ആൻഡ് മോഷൻ, അധ്വാനിക്കുമ്പോൾ ചലിക്കുമ്പോഴൊക്കെ പ്രയാസം. ആസ്മ രോഗികളെന്നർത്ഥം. വിത്ത് പാൽപിറ്റേഷൻ, ഒപ്പം നെഞ്ചിടിപ്പുണ്ടാകുന്നു. റെസ്പിറേഷൻ ഈസ് ഇറഗുലർ, ക്രമമില്ലാതെ ശ്വസനം. റാറ്റ്ലിംഗ്, അവ കവം നിറഞ്ഞിട്ട് കുറുങ്ങല്. ഷോർട്ട്, സഫക്കേറ്റീവ് ആൻഡ് വീസിങ്, എല്ലാ പ്രശ്നങ്ങളും വലിവും ശ്വാസമുട്ടലും ഒക്കെ ഉണ്ട്. ആസ്മ ഫ്രം 11 PM until 2 AM, രാത്രി 11 മണിക്ക് തുടങ്ങി 2 മണി വരെ ആസ്മ. ദ കോഫീസ് ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ ചുമ. ഈവനിങ് ആൻഡ് ആഫ്റ്റർ മിഡ് നൈറ്റ്, സന്ധ്യയ്ക്ക് അർദ്ധരാത്രിക്ക് ശേഷമൊക്കെ ചുമയുണ്ട്. ദ കോഫീസ് ആസ്മാറ്റിക്, ക്രൂപ്പി, ഡീപ്, ഡ്രൈ, എക്സോസ്റ്റിംഗ് ഡ്യൂറിങ് ഫീവർ. ചുമ എല്ലാ തരത്തിലുണ്ട്, എല്ലാ തരത്തിലുള്ള ചുമയും കാണാം. ആസ്മാറ്റിക് ആയിട്ടുള്ള ചുമ, നിലങ്കാര ചുമ, വില്ലൻ ചുമ ഒക്കെ ഉണ്ട്. കഫം, ഇറിറ്റേഷൻ ആൻഡ് ടിക്ലിംഗ് ഇൻ ലാരിങ്സ് ആൻഡ് ട്രക്കിയ, സ്വനപേടകത്തിലും ശ്വാസപേടകത്തിലും ചൊറിച്ചിലും ഇറിറ്റേഷനും ഇക്ലിയും വന്നിട്ട് ചുമ വരുന്നു. ദ കോഫ് ഈസ് ലൂസ്, സ്പാസ്മോഡിക്, സഫക്കേറ്റീവ്. വേർഡ്സ് ഫ്രം മോഷൻ ആൻഡ് ടോക്കിംഗ്, ചലനം കൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് വർദ്ധിക്കുന്ന തരത്തിലുള്ള ശ്വാസം മുട്ടുണ്ടാക്കുന്ന അനിയന്ത്രിതമായിട്ടുള്ള പേശീചലനങ്ങൾ ഉണ്ടാകുന്ന ചുമ. വേഴ്സിന് വാമ്പും, ചൂടുള്ള മുറിയിൽ ചുമ വർദ്ധിക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട മൊഡാലിറ്റി. നമ്മൾ നേരത്തെ കണ്ടാണ്. ഇറ്റ് ക്യൂയേഴ്സ് വൂപ്പിംഗ് ഓഫ്, വില്ലൻ ചുമയെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ മോസ്റ്റ് ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിലാണ് കൂടുതൽ കഫം പോകുന്നത്. ഈസ് ബ്ലഡി, രക്തം കലർന്ന കഫം പോകും. കോപ്പിയസ്, അമിതമായിട്ട് കഫം വരുന്നു. ഗ്രീനിഷ് യെല്ലോ, പച്ച കലർന്ന മഞ്ഞ നിറത്തിൽ. ഡിഫിക്കൽട്ട്, കഫം പോകാൻ പ്രയാസം. മ്യൂക്കസ് ആൻഡ് ബ്ലഡി, രക്തം കലർന്നുകൊണ്ട് രക്തം സ്രാവം ആന്തരികാവയവങ്ങളിൽ ധാരാളം ഉണ്ടെന്നർത്ഥം. മ്യൂക്കസ് ഒഫൻസീവ്, ദുർഗന്ധമുള്ള കഫം. പ്യൂർലൻറ്റ്, ടഫ്, വിസിഡ്, കട്ടിയായതാണ്, വല്ലാതെ കൊഴുത്തതാണ്. യെല്ലോ, ടേസ്റ്റിംഗ് പ്യൂട്രിഡ്, സാൾട്ടിസ്, സ്വീറ്റിഷ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. മഞ്ഞ നിറത്തിൽ, ദുർഗന്ധം, ദുസ്വാദ്, ഉപ്പ്, മധുരം ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തോരം ലക്ഷണങ്ങൾ നോക്കുക. അപ്പോൾ ജനറൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിരവധി പ്രശ്നങ്ങളെ, ഇതൊക്കെ ഈ ക്യാൻസർ രോഗം, മറ്റേ രോഗം, മറിച്ച രോഗം, അൾസർ, അങ്ങനെ പല പല പേരുകളിട്ട് വിളിച്ച് ഇൻക്യൂറബിൾ എന്നോ ഡിഫിക്കൽട്ട് ടു ക്യൂർ എന്നോ എന്നൊക്കെ പറഞ്ഞ് മുദ്രകുത്തി അല്ലാതെ പണച്ചെലവൊക്കെ ഉണ്ടാക്കുന്ന കേസുകൾ ആണ് ഈ കാണുന്നതൊക്കെ. ശരിയായ രീതിയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയോടെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സുഖപ്പെടാൻ സാധിക്കും. അത് നിങ്ങളെ പ്രാപ്തരാക്കുന്നൊരു ഗ്രന്ഥമാണിത്. അടുത്ത എപ്പിസോഡ് കൂടി ഈ അധ്യായം അവസാനിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.